ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞങ്ങളുടെ 19 ബാച്ചിലെ സീനിയേഴ്സിന്റെ ഗ്രാജുവേഷൻ ഡേ ആണ്. അപ്പൊ അതിന് പോകാൻ വേണ്ടി ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാനാണെങ്കിൽ ഗൗൺ കമ്മിറ്റിയിലുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ സമയം 6 മണി ആയിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്താ 5 മണിക്കേ എഴുന്നേറ്റ് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി കോളേജിൽ നിന്ന് ബസ്സിൽ പോകണം. കാരണം ഇപ്പൊ നമ്മുടെ കോളേജില് ഗ്രൗണ്ടിൽ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട്. കോളേജിലല്ല ഗ്രാജുവേഷൻ നടക്കുന്നത്, പുറത്തൊരു ഓഡിറ്റോറിയത്തിലാണ്. അത് കുറച്ച് സങ്കടമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ കോളേജില് ഗ്രാജുവേഷൻ നടക്കുമ്പോൾ അതൊരു വേറെ ഫീലിംഗ് ആണ്. നല്ല രസമാണ് കോളേജ് മൊത്തം കാണാനൊക്കെ. അപ്പൊ അതില്ലാത്തതിന്റെ സങ്കടമുണ്ട്. സ്റ്റിൽ എന്നാലും നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെ പോവാണ്. അങ്ങനെ നടന്നതാ ഞാൻ കോളേജിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. എന്താന്നറിയില്ല, ഞാൻ കുറച്ച് സ്ട്രെസ്ഡ് ആയിരുന്നു നടക്കുന്ന സമയത്ത്. അങ്ങനെ ഫൈനലി നമ്മുടെ കോളേജിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ചെന്നപ്പോ ഒരാൾക്കാരില്ലെന്ന് വെച്ചാൽ സെക്യൂരിറ്റി ചേട്ടൻ ഒഴികെ പിന്നെ ആരെയും ഞാൻ അവിടെ കാണുന്നില്ല. അപ്പൊ ഞാൻ കുറച്ചേരം ഗാർഡന്റെ അവിടെ ഇരുന്നു, ആരെയിലൊക്കെ വന്നിട്ട് പോയാലോ എന്ന് ഓർത്തിട്ട്. പിന്നെയും കാണാത്തോണ്ട് ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ച് കോളേജിൽ ബസ് വരുന്നു പറഞ്ഞ സ്ഥലത്തോട്ട് ചെന്നു. അപ്പോഴും അവിടെ ആരുമില്ല. പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായി. അയ്യോ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, വേറെ ആരും ഇല്ലേ, ഇവിടെ തന്നെയാണോ വരണ്ടേന്ന്. അങ്ങനെ ഇരുന്നപ്പോഴേക്കും കുറെ കഴിഞ്ഞപ്പോഴേക്കും ഫ്രണ്ട്സ് ഒക്കെ വന്നു തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ചേട്ടന്മാര് ചേച്ചിമാരൊക്കെ റെഡി ആവുന്നേ ഉള്ളൂന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം കിട്ടിയത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും പോയിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നല്ല രീതിയിൽ റിലാക്സ്ഡ് ആയിട്ടായിരുന്നു പോയത്. അങ്ങനെ നമ്മുടെ ഗ്രാജുവേഷൻ നടക്കുന്ന സ്ഥലത്തെത്തി. അപ്പൊ ഇവിടുത്തെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വരുന്ന സീനിയേഴ്സിന് അവരുടെ സൈസിനനുസരിച്ചിട്ടുള്ള ഗൗൺ എടുത്തു കൊടുക്കണം. ഇത്രേ ഉള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് അവർ ഗൗണൊക്കെ വന്ന് ഇട്ട് നോക്കിക്കഴിയുമ്പോൾ അവരുടെ മുഖത്തൊരു സന്തോഷവും ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അത് നമുക്ക് നല്ലോണം ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് ആണല്ലോ അത്. അതുകൊണ്ട് തന്നെ അവരുടെ സന്തോഷം എത്രത്തോളം നമുക്ക് നല്ലപോലെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഗസ്റ്റിനായിട്ടുള്ള ഗൗണും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതും കൂടെ കളക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം പണിയെല്ലാം കഴിഞ്ഞു. അപ്പോഴാണ് പുറത്ത് പല വെറൈറ്റീസ് ഓഫ് ജ്യൂസ് ഒക്കെ ഇരിക്കുന്ന കണ്ടത്. അപ്പൊ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കുടിച്ചു. പിന്നെ നമ്മുടെ ഒഫീഷ്യൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ മെയിൻ VIPs ആയിട്ടുള്ള നമ്മൾ ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്യാൻ നമ്മൾ സീനിയേഴ്സ് എല്ലാവരും വന്നു. പിന്നെ നമുക്ക് തുടക്കത്തിൽ ഗസ്റ്റുകളുടെ ഒക്കെ കുറെ സ്പീച്ചും കാര്യങ്ങളും അങ്ങനെ കുറെ പരിപാടീസ് ഒക്കെ ആയിരുന്നു. അതിനുശേഷം സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി തുടങ്ങി. Next we have Dr. Abhinav Raj. Abhishek S. Prasad, son of Shanmugha Prasad B. and Jaya N.B. Next we have Dr. Adarsh C. Rajit. പിന്നെ അതിനുശേഷം ഫുഡ് ഉണ്ടായിരുന്നു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് സംഭവിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഫോണിലെ ചാർജ് കഴിഞ്ഞു. അപ്പൊ എനിക്ക് വീഡിയോ ബാക്കിയൊന്നും എടുക്കാൻ നല്ലപോലെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്റെ ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു, ആളെടുത്ത വീഡിയോസ് ആണ് ഇനി ഞാൻ ഇതിലേക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് എൻഡ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. കുറച്ച് കൾച്ചറൽ ഈവന്റ്സും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതൊക്കെ എന്തൊക്കെയാന്ന് നമുക്ക് കാണാം.
അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഗ്രാജുവേഷൻ പരിപാടീസ് ഒക്കെ നടന്നത്. പിന്നെ ഞാനൊരു 7:30 ആയപ്പോൾ പോയി. പക്ഷെ പ്രോഗ്രാം അവിടെ 10:30 വരെയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് നേരത്തെ ചെല്ലണമെന്നുണ്ടായിരുന്നത് കൊണ്ട് നേരത്തെ ഇറങ്ങി. ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ഫോണൊക്കെ ഓഫ് ആയതുകൊണ്ട് ബാക്കി നല്ല രീതിയിലൊന്നും എടുക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ.